കൂടുതൽ ആളുകൾ നിസ്കാരം കഴിഞ്ഞ് സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് മഹരി ബാങ്കിൻ്റെ നിസ്കാരം കഴിഞ്ഞാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് പട്ടാളപ്പള്ളിയുണ്ട്. പട്ടാളപ്പള്ളിയിൽ നിസ്കരിച്ചിറങ്ങുന്ന ആൾക്കൂട്ടമാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒറ്റയും തെറ്റിയുമായിട്ട് ആളുകൾ കൂടുതലായിട്ട് ഈ വേദിയിലേക്കും സദസ്സിലേക്കുമായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇന്നലത്തെ വലിയ ആൾക്കൂട്ടമല്ല, പക്ഷേ ഈ മുതലക്കുളം മൈതാനിയുടെ ഒരു ഭാഗം നിറഞ്ഞ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള വേദിയിലേക്ക് മുതലക്കുളം മൈതാനത്തേക്ക് പി വി അൻവർ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പി വി അൻവറിന്റെ വാഹനം ഈ ഭാഗത്തൂടെ കയറിയിരിക്കുന്നു. പി വി അൻവർ മറ്റൊരു ഭാഗത്തോടുകൂടി ഈ വേദിയുടെ നടുവിലൂടെ പി വി അൻവർ കടന്നു വരുന്നു. വേദിയിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. പി വി അൻവർ വേദിയിലേക്ക് എത്തുകയാണ്. മാമി തിരോധാനത്തിൽ പി വി അൻവർ എന്തു പറയും? അതാണ് ആകാംക്ഷയുടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വേദിയിലേക്ക് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പി വി അൻവർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മാമി തിരോധാന കേസിൽ ഇതുവരെ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു. പലകുറി കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും എല്ലാം പല സ്ഥലത്ത് പറഞ്ഞു മാമി കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ കുടുംബങ്ങൾ ഒരുപാട് സമയം കാത്തിരുന്നു. ഇതിനൊരു അന്ത്യമുണ്ടാകും, നല്ല രീതിയിൽ പോലീസ് അന്വേഷിക്കും. പോലീസ് ആ സമയത്തും നടക്കാവിലെ പോലീസ് ആ സമയത്തും ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ ഉള്ള തലക്കൊളത്തൂരിൽ മാത്രം എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് ചലിച്ചില്ല. എന്നിട്ടോ അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം 2024 നടന്ന ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലീസ് ഓഫീസർമാരെ പല സ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റി. ആ സമയത്ത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ SHOയും സ്ഥലം മാറ്റി ഇരിട്ടിയിലേക്ക്. അതിന് ബദലായിക്കൊണ്ട് തിരൂരിൽ ജോലി ചെയ്യുന്ന ഒരു CIA സർക്കിൾ ഇൻസ്പെക്ടറെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് CIA കൊണ്ടുവന്നത് കൂടാതെ ഈ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് മാമി കേസ് ഏറ്റെടുത്തു. എവിടെങ്കിലും എത്തിയോ? എത്തിയില്ല. നടക്കാവ് പോലീസ് ആദ്യം അന്വേഷിച്ചു, കേസ് എവിടെയും എത്തിയില്ല. രണ്ടാമത്തേതാരാണ് അന്വേഷണം തുടങ്ങിയത്? രാജ്പാൽ മീണയുടെ പ്രത്യേക സ്ക്വാഡ്. കഴിവ് തെളിയിച്ചവരാണ് ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ ഒരു സബ് ഇൻസ്പെക്ടർ അടക്കം ആ ടീമിൽ ഉണ്ടായിരുന്നു.